ഹലോ, ഗുഡ് മോർണിംഗ്. പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 4 മെത്തേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലംസം മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഇതിനകത്ത് സെക്കൻഡ് മെത്തേഡ് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അണ്ടർ നെറ്റ് അസറ്റ് മെത്തേഡ്, purchase consideration is determined on the basis of assets and liabilities taken over at agreed value. ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് അസറ്റ് ലാബിലിറ്റിയും ഏത് രീതിയിലാണോ ടേക്കൺ ഓവർ ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് നത്തിങ് ഈസ് മെൻഷൻ അബൌട്ട് ദ വാല്യൂ അറ്റ് വിച്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ, ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ടു ബി ടേക്കൺ. ഇവിടെ ഏറ്റെടുക്കുന്ന സമയത്ത് അസറ്റിനെയോ ലാബിലിറ്റിയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളുടെ ബുക്ക് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബേസിക്കായിട്ട് ഇത്രയും കാര്യമാണ് നമുക്ക് നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ടത്. തിയറി പാർട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കൂ ആദ്യം. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ asset taken over at agreed value minus liabilities taken over at agreed value. ഈ സമയത്ത് നമുക്ക് അറിയേണ്ട certain പോയിൻറ്റ്സുകളൂടെ ഉണ്ട്. അതിലൊന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് ഈസ് നോർമലി ഇൻക്ലൂഡഡ് ഇൻ അസറ്റ് ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ഓവർ. ക്യാഷ് ബാലൻസ് നോർമൽ കേസിൽ അസറ്റാണ് എങ്കിൽ കൂടി അത് ഏറ്റെടുക്കപ്പെടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ട, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ്, അസറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ട അല്ലേ. ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്, എന്നാൽ അത് ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അത് അസറ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നീട് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ദെൻ ഡിബഞ്ചേഴ്സ്, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ ഡെബിറ്റ് ബാലൻസ്, ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. പിന്നെ റിസർവുകളൊന്നും തന്നെ നമ്മൾ പരിഗണിക്കേണ്ട. പിന്നെ ട്രേഡ് ലാബിലിറ്റീസിൽ വരുന്ന ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. തേർഡ് പാർട്ടി ലാബിലിറ്റി നമ്മൾ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ പിന്നീട് നമുക്ക് ഇനി അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കാം. ഒരു ബാലൻസ് ഷീറ്റ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിനകത്ത് ലാബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി എന്ന ഹെഡിന് താഴെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിന് താഴെ ഷെയർ ക്യാപിറ്റൽ 100 റുപ്പീസാണ് ഒരു ഷെയറിന്. ആ രീതിയിൽ എ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ 1,50,000 ആണ്. ദെൻ ബിയുടേത് 1,25,000 ആണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിന് താഴെ ലാബിലിറ്റി സൈഡിലെ സെക്കൻഡ് ഹെഡാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആ ഹെഡിന് താഴെ പ്രധാനപ്പെട്ട റിസർവുകളെല്ലാം തന്നിട്ടുണ്ട്. ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ഈ 2 റിസർവുകളാണ് തന്നിട്ടുള്ളത്. ജനറൽ റിസർവ് എ ലിമിറ്റഡിൻ്റെ ഭാഗത്ത് 32,000 ആണ്. ദെൻ ബി ലിമിറ്റഡിന് ജനറൽ റിസർവ് ഇല്ല. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് 18,000 ആണ്. ദെൻ ബി ലിമിറ്റഡിൻ്റെ 22,000 ആണ്. ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അപ്പോൾ എന്താണ്, മൈനസ് ആണ്. ഓക്കെ, ലോസ് ആണ്. ദെൻ നോൺ കറൻറ്റ് ലാബിലിറ്റീസിന് താഴെ കറൻറ്റ് ലാബിലിറ്റി എന്നുള്ള ഹെഡിന് താഴെ സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. 32,000, 18,600. ഇതാണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലെ ടോട്ടലാണ് 2,32,000 1,21,600 ആണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി വരുന്നത്. ദെൻ ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ നോൺ കറൻറ്റ് അസറ്റിന് താഴെ ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റായിട്ട് ഒറ്റ ഐറ്റമേ വരുന്നുള്ളൂ, ഫിക്സഡ് അസറ്റായ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000 ആണ് എ ലിമിറ്റഡിൻ്റേത്, ബി ലിമിറ്റഡിൻ്റെ 50,000 ആണ്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടുള്ള ഗുഡ് വിൽ ഉണ്ട്. എ ലിമിറ്റഡ് 40,000, ബി ലിമിറ്റഡ് 10,000. ദെൻ നെക്സ്റ്റ് കറൻറ്റ് അസറ്റാണ്. കറൻറ്റ് അസറ്റിന് താഴെ ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ഡെപ്റ്റേഴ്സിൽ 35,000 എ ലിമിറ്റഡ്, ദെൻ ബി ലിമിറ്റഡ് 40,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്
37,000 എ ലിമിറ്റഡ്, ദെൻ 9,600 ബി ലിമിറ്റഡ്. അങ്ങനെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 2,32,000, ദെൻ ബി ലിമിറ്റഡ് 1,21,600. ഇതാണ് ബാലൻസ് ഷീറ്റ്. ദെൻ പിന്നീട് താഴെ പറയുകയാണ് എ ന്യൂ കമ്പനി എ ബി ലിമിറ്റഡ് വാസ് ഫോംഡ് ടു ടേക്കൺ ഓവർ ദ 2 ബിസിനസ്സസ് ആസ് എ പാർട്ട് ഓഫ് ദ ബിസിനസ് കോമ്പിനേഷൻ ഓൺ 1/4/2020 ആസ് പെർ ദ ഫോളോയിങ് കണ്ടീഷൻ. ഇവിടെ എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന 2 കമ്പനികളായിരുന്നു. ഈ 2 കമ്പനികളെയും എന്ത് ചെയ്യാണ്, എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയാക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെയും ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെയും ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന മൂന്നാമത്, അതായത് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. ആ സമയത്ത് ടേക്കൺ ഓവർ ചെയ്യുന്ന അസറ്റുകളെക്കുറിച്ചും ലാബിലിറ്റീസിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. നോക്കുക താഴെ. 1 എ ലിമിറ്റഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ബി റീവാല്യൂഡ് അറ്റ് ₹75,000, സ്റ്റോക്ക് അറ്റ് ₹77,000 ആൻഡ് ഡെപ്റ്റേഴ്സ് ടു ബി ടേക്കൺ ഓവർ അറ്റ് 80%. ദെൻ ബി ലിമിറ്റഡിൻ്റെ കേസിൽ സ്റ്റോക്ക് ടു ബി റീവാല്യൂഡ് അറ്റ് 13,000 ആൻഡ് ഡെപ്റ്റേഴ്സ് ടു ബി ടേക്കൺ ഓവർ അറ്റ് 90%. ദെൻ കാൽക്കുലേറ്റ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് ബോത്ത് ദ കമ്പനീസ്. ഇവിടെ എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും പർച്ചേസ് കൺസിഡറേഷനാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫറർ കമ്പനികളുടെ അസറ്റും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഏതൊക്കെ അസറ്റുകളാണ് ഏതൊക്കെ ലാബിലിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം ഏതൊക്കെ അസറ്റുകളാണെന്ന് നോക്കാം. അസറ്റുകളായിട്ട് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റായിട്ടുള്ള ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എ ലിമിറ്റഡിൻ്റെ 60,000 ആണ്, ബി ലിമിറ്റഡിൻ്റെ 50,000 ആണ്. ദെൻ അസറ്റായിട്ട് പറയുന്ന മറ്റൊരു കാര്യം ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടുള്ള ഗുഡ് വില്ലാണ്. ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടുള്ള ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം മാത്രമേ തരുന്നുള്ളൂ. അത് എ ലിമിറ്റഡിൻ്റെ 40,000 ആണ്, ബി ലിമിറ്റഡിൻ്റെ 10,000 ആണ്. ദെൻ പിന്നീട് അസറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് കറണ്ട് അസറ്റുകളായിട്ടുള്ള ഇൻവെൻറ്ററീസ്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇൻവെൻറ്ററീസ് മീൻസ് സ്റ്റോക്കാണ്. അപ്പോൾ ഇൻവെൻറ്ററീസ് എ ലിമിറ്റഡിൻ്റെ 60,000 ആണ്, ബി ലിമിറ്റഡിൻ്റേത് എത്രയാണ്? 12,000 ആണ്. ദെൻ ഡെപ്റ്റേഴ്സ് 35,000, 40,000. ക്യാഷ് 37,000, 9,600. ഓക്കെ, ഇത്രയും ഐറ്റമാണ് നമ്മുടെ അസറ്റുകളായിട്ട് ഈ ബാലൻസ് ഷീറ്റിലാകെ ഉള്ളത്. ദെൻ ലാബിലിറ്റി ആയിട്ടോ, ലാബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി എന്ന ഹെഡിന് താഴെ ആദ്യം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, ദെൻ പിന്നീട് നോൺ കറൻറ്റ് ലാബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നോൺ കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് ഒരു ഐറ്റവും ഇല്ല. കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആകെ ലാബിലിറ്റി ആയിട്ട് ഒറ്റ ഐറ്റമേ ഉള്ളൂ, സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്ന് മാറ്റി നിർത്തേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അസറ്റ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. എഗ്രീഡ് വാല്യൂവിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്യണം. ഒരു ബിസിനസ്സിനെ ടേക്കൺ ഓവർ ദ ബിസിനസ് എന്നാണ് പറയുന്നത് ഇവിടെ അല്ലേ. സോ എ ബി ലിമിറ്റഡ് ഫോംഡ് ടു ടേക്കൺ ഓവർ ദ 2 ബിസിനസ്സസ് എന്നാണ് പറയുന്നത്. 2 ബിസിനസ്, 2 എ എന്ന് പറയുന്ന ബിസിനസ്സിനെയും ബി എന്ന് പറയുന്ന ബിസിനസ്സിനെയും ഏറ്റെടുത്തുകൊണ്ട് എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു ബിസിനസ് ഫോം ചെയ്യുക. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തു, 2 ബിസിനസ്സുകളെയും ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ അസറ്റുകളും എല്ലാ ലാബിലിറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്? എ ബി ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ അസറ്റുകളും നമ്മൾ പരിഗണിക്കണം, എല്ലാ ലാബിലിറ്റിയും നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഏതൊക്കെ അസറ്റുകളാണ് റീവാല്യൂ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ അസറ്റുകളുടെ വാല്യൂവിലാണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളത് താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. എ ലിമിറ്റഡിൻ്റേത് എത്രയായിട്ടുണ്ട്? 75,000 ആയിട്ടുണ്ട് പുതിയ കമ്പനി ഏറ്റെടുത്ത സമയത്ത്. ബി ലിമിറ്റഡിൻ്റേത് മാറ്റമൊന്നും വന്നിട്ടില്ല. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റായ ഗുഡ് വില്ലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്യണം. 40,000, 10,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്
ബി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആൻഡ് ലാബിലിറ്റീസിന് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെയും ബുക്ക് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ കറണ്ട് അസറ്റുകളായ ഇൻവെൻറ്ററീസ് നോക്കുക. ഇൻവെൻറ്ററീസിന് മാറ്റം വന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ 60,000 ആണ്. അത് മാറ്റം വരുത്തിയിട്ട് എത്രയാക്കിയിട്ടുണ്ട്? ഏറ്റെടുത്ത സമയത്ത് 77,000 ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാറ്റം വന്നിട്ടുള്ള 77,000 ആണ് എടുക്കേണ്ടത്. ബി ലിമിറ്റഡിൻ്റേത് 12,000 ആയിരുന്നു, അത് 13,000 ആയിട്ടുണ്ട്. അപ്പോൾ 30,000 ആണ് നമ്മൾ റീവാല്യൂഡ് എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ ബുക്ക് വാല്യൂ 35,000 ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ 80% ആണ് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ബി ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന സമയത്ത് എ ബി ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന സമയത്ത് എ ലിമിറ്റഡിൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ 80% അവർ ടേക്കൺ ഓവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 35,000ൻ്റെ 80% കാണണം. 80% കാണുമ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 28,000 ഉണ്ടാവും. അപ്പോൾ നമുക്ക് 28,000 പരിഗണിച്ചാൽ മതി. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ തന്നെ ബിയുടെ കേസിലാണെങ്കിൽ 40,000 ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് വരുന്നത്. അത് ടേക്കൺ ഓവർ ചെയ്യുന്നത് 90% ഉള്ളൂ. അപ്പോൾ 40,000ൻ്റെ 90% കാണുമ്പോൾ 36,000 നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിച്ചാൽ മതി. ക്യാഷിൻ്റെ കേസ് ക്യാഷ് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അത് പരിഗണിക്കേണ്ട. പക്ഷേ ഇവിടെ എല്ലാ അസറ്റുകളും ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് ഈസ് എ കറണ്ട് അസറ്റ്, അതുകൊണ്ട് ക്യാഷിനെയും ഏറ്റെടുക്കണം. ക്യാഷിനകത്ത് എമൗണ്ട് എത്രയാണ് വരുന്നത്? 37,000 9,600 ആണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കണം. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ലാബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എത്ര? 18,600 ആണ്. അതും ലാബിലിറ്റി ആയിട്ടും പരിഗണിക്കണം. പിന്നീട് ലാബിലിറ്റി സൈഡിൽ വരുന്ന എന്താണ്? ഒന്ന് ഷെയർ ക്യാപ്പില്ല, അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് മറ്റൊന്ന്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന് താഴെ വരുന്ന ഐറ്റം എല്ലാം ഒഴിവാക്കണമെന്ന് നമ്മളോട് നമ്മുടെ പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇനി നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഹെഡിങ് കൊടുക്കേണ്ട എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ള ഹെഡിങ് കൊടുത്തു. അതിന് താഴെ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ. അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ഇനി ഏതൊക്കെ അസറ്റുകളാണ് നമ്മൾ ടേക്കൺ ഓവർ ചെയ്യുന്നത്? അത് ഓരോന്നെടുത്ത് എഴുതുക. ആദ്യം ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഗുഡ് വിൽ എഴുതിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഗുഡ് വിൽ എന്ന് പറയുന്ന അസറ്റിനെ നമ്മൾ എഴുതി. ഗുഡ് വിൽ നോക്കുക, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഗുഡ് വിൽ എത്ര എമൗണ്ട്? ബുക്ക് വാല്യൂ 40,000 10,000 ആണ്. അതിനകത്ത് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ. ടേക്കൺ ഓവർ ചെയ്ത സമയത്ത് യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും ഗുഡ് വിൽ അതുപോലെ എഴുതുന്നു, 40,000 ആൻഡ് 10,000. ദെൻ സെക്കൻഡ് ഐറ്റം ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനകത്ത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 60,000 50,000 ആയിരുന്നു. എന്നാൽ അത് എ ബി ലിമിറ്റഡ് ടേക്കൺ ഓവർ ചെയ്ത സമയത്ത് അതിൻ്റെ ബുക്ക് വാല്യൂവിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ റീവാല്യൂഡ് എമൗണ്ട് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് എത്രയായിരുന്നു? എ ലിമിറ്റഡിൻ്റെ 60,000 പകരം 75,000 ആണ്. ബി ലിമിറ്റഡിൻ്റേതോ മാറ്റം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് വാല്യൂ 50,000 എഴുതുന്നു. ദെൻ ഡെപ്റ്റേഴ്സ് മാറ്റം വന്നിട്ടുണ്ടോ? ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ എ ലിമിറ്റഡിൻ്റേത് 80% നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബി ലിമിറ്റഡിൻ്റെ 90% ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ 35,000ൻ്റെ 80% 28,000 ആണ് നമ്മൾ അവിടെ എഴുതുക. അതുപോലെ തന്നെ ബി ലിമിറ്റഡിൻ്റെ കേസിൽ 40,000ൻ്റെ 90% എന്ന് പറയുന്നത് 36,000 ആണ് നമ്മൾ ബി ലിമിറ്റഡിൻ്റേത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അല്ലേ, ഇൻവെൻറ്ററീസ്. ദെൻ ഇൻവെൻറ്ററീസിൻ്റെ കേസിൽ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങളുണ്ട്. ഇൻവെൻറ്ററീസ് എ ലിമിറ്റഡിൻ്റെ 60,000 ആയിരുന്നു, ബി ലിമിറ്റഡിൻ്റെ 12,000 ആയിരുന്നു. അത് ടേക്കൺ ഓവർ ചെയ്യുന്നത് 77,000 എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും 13,000 അല്ലേ. അപ്പം 77,000 ഇൻവെൻറ്ററീസിന് നേരെ കൊടുക്കണം, 30,000 എവിടെയും കൊടുക്കണം, ബി ലിമിറ്റഡിൻ്റെ കേസിലും കൊടുക്കണം. ദെൻ പിന്നീട് ഒരു അസറ്റും കൂടെ ഉണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അല്ലേ. ക്യാഷ് ഓർ ബാങ്കിനകത്ത് മാറ്റം ഒന്നുമില്ല. എ ലിമിറ്റഡിൻ്റേത് 37,000, ബി ലിമിറ്റഡിൻ്റേത് 90,600. 9,600 ഓക്കെ, 9,600. അപ്പോൾ ഇത്രയും കഴിയുമ്പം എല്ലാ അസറ്റുകളും എയുടെയും ബിയുടെയും ടോട്ടൽ അസറ്റ് നമ്മൾ
എന്ത് ചെയ്യുന്നു, ടേക്കൺ ഓവർ ചെയ്യുന്നു. എ ബി ലിമിറ്റഡ് ടേക്കൺ ഓവർ ചെയ്യുന്നു. അതിനെന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,57 അല്ലേ, 2,57,000 ടോട്ടൽ കിട്ടും. അതുപോലെ തന്നെ എ ലിമിറ്റഡിൻ്റേതാവുമ്പം 1,18,600 കിട്ടും. 1,18,600 കിട്ടും. ഇതാണ് ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ലെസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ലാബിലിറ്റീസ് ഏതൊക്കെയാണ് ടേക്കൺ ഓവർ ചെയ്യുന്നത്? ഈ ക്വസ്റ്റിനകത്ത് ഒറ്റ ലാബിലിറ്റിയേ ഉള്ളൂ, സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിന് യാതൊരു തരത്തിലും മാറ്റവും വരുന്നില്ല. എമൗണ്ട് 32,000 ആണ്. എയുടേത്, ബിയുടേത് എത്രയാണ്, 18,600 ആണ്. അപ്പോൾ അതുപോലെ എഴുതുന്നു. എന്നിട്ട് ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവറിൽ നിന്ന് ടോട്ടൽ ലാബിലിറ്റീസ് ടേക്കൺ ഓവർ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവർ എന്ന് പറയുന്നത് 2,57,000 ആണ്. ദെൻ ബിയുടേത് 1,18,600 ആണ്. അതിൽ നിന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലാബിലിറ്റീസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്ന എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നത്, എയുടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2,25,000 ആണ്. ദെൻ ബിയുടേത് 1,00,000 ആണ്. ഓക്കെ, ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ. ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. അപ്പോൾ ഇവിടെ നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുമ്പോഴും ലാബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുമ്പോഴും അതിൻ്റെ എമൗണ്ട് റീവാലുവേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ടാണ് പരിഗണിക്കേണ്ടത്. അല്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബുക്ക് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. അതേസമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ റിസർവുകളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ, എല്ലാ റിസർവുകളും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ലാബിലിറ്റിയുടെ കേസിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതെന്തിന് താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ബിസിനസ് ടേക്കൺ ഓവർ മീൻസ് ബോത്ത് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ. ഇവിടെ എ ലിമിറ്റഡിനെയും ബി ലിമിറ്റഡിനെയും എ ബി ലിമിറ്റഡ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ബിസിനസ് മൊത്തത്തിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ലാബിലിറ്റിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, എല്ലാ അസറ്റും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ്, ഈ രീതിയിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.